അങ്ങനെ ഞങ്ങളും പോയി കൊല്ലം പൂരത്തിന്. ഞാനും അമ്മയും അനിയത്തിയും പിന്നെ സാൻജോയും ഉണ്ടായിരുന്നു. ഇങ്ങ് ശക്തികുളങ്ങരെ കിടക്കുന്ന ഞാൻ എന്തിന് കൊല്ലം പൂരത്തിന് പോയിന്ന് കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയാവുന്നവർക്ക് തോന്നിയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട് കൊല്ലം ആശ്രമത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ വലിയൊരു ഉത്സവമാണ് കൊല്ലം പൂരം. അമ്മാമ്മയ്ക്കൊക്കെ നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കുറെ വർഷമായിട്ട് അമ്മാമ്മ പൂരത്തിനൊന്നും വരത്തില്ല. അങ്ങനെ അമ്മാമ്മയ്ക്കും ടാറ്റ കൊടുത്ത് നമ്മൾ ഇറങ്ങിയപ്പോഴാണ് വഴിയിലൊന്നും ഒരൊറ്റ ആളില്ല. കാരണം 7 മണി കഴിഞ്ഞ് എല്ലാവരും പൂരത്തിന് പോയി. അമ്മയുടെ വീട്ടിൽ നിന്ന് കുറച്ചടുത്താണ് മൈതാനം, അതുകൊണ്ട് നടന്നു പോയാൽ മതിയായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. നല്ല ട്രാഫിക്, തിരക്കും. ഈ കൊല്ലത്തുള്ള ആളുകൾ മൊത്തം പൂരത്തിന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും തിരക്കില്ലായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം കൊല്ലം തൂക്കി മക്കളെ. നമ്മൾ എല്ലാ തവണയും കയറുന്നതാ ഇവിടെ വന്നിട്ടാണ് കേട്ടോ. മെയിൻ നമ്മുടെ ഭീമയുടെ ഒരു ലൈറ്റ് ഒക്കെ ഇല്ലേ, അവിടെ വന്നിട്ടാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പൂരം കാണാൻ വരുന്നത്. ആളുകളൊക്കെ ഇങ്ങനെ പോയി വന്നൊക്കെ ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം പോയത് ലൈറ്റ് കാണാനാണ്. അങ്ങനെ ലൈറ്റ് ഒക്കെ കണ്ടിട്ട് നേരെ ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ വെച്ച് അങ്ങ് പിടിച്ചു. എല്ലാ തവണയും നമ്മൾ ഈ ലെഫ്റ്റ് സൈഡ് ചേർന്നങ്ങ് നടന്നു പോകും കേട്ടോ. അവിടെ ആകുമ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ചെന്നിട്ട് ആദ്യം വെള്ളം കുടിച്ചിട്ട് പോകാം. കാരണം എന്ന് വെച്ചാൽ തിരക്കിനകത്തോട്ട് കയറുമ്പോൾ പിന്നെ വെള്ളവും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. പിന്നെ ഇത്തവണ ഒരിക്കലും നടക്കാത്തൊരു കാര്യം നടന്നു. എന്താണെന്ന് വെച്ചാൽ ഇത്രയും അടുത്ത് ഞാൻ ഇതുവരെ കൊല്ലം പൂരം പോയി കണ്ടിട്ടില്ല. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ ആവട്ടെ എന്ന് വിചാരിച്ച അമ്മയും വലിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോയി ആനയുടെ മുമ്പിൽ എത്തി. അവിടെ ചെന്ന് നിന്നപ്പോഴോ കൂവലോട് കൂവൽ. എന്താന്ന് വെച്ചാൽ പൂരം തുടങ്ങുന്നില്ല. അവിടെ പ്രസംഗം നല്ല തകൃതിയായിട്ട് നടക്കുന്നു. പൂരം തുടങ്ങുന്ന കാരണം ആളുകളവിടെ കിടന്ന് ബഹളമായിരുന്നു. അങ്ങ് അപ്പുറത്ത് പുതിയകാവിൽ അമ്മയുടെ സൈഡിൽ നിന്ന് കുടമാറ്റം തുടങ്ങി കഴിഞ്ഞു. അപ്പോഴും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അനക്കവും ഇല്ലേ. നമ്മൾ നിന്ന് കുഴഞ്ഞ് വിയർത്ത് ഇങ്ങനെ എന്ത് തുടങ്ങാത്തെന്ന് വിചാരിച്ചു നിന്നപ്പോഴാണ് ദേ വരുന്ന ഒരാൾ. ഇയാൾക്ക് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റിംഗ്. ആരെന്നറിയോ? ഈ ഒരു ആനയാണ് ഫസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ഇനി വന്നിട്ട് വേണം ബാക്കി കുടയൊക്കെ എടുത്ത് വെച്ച് സെറ്റായിട്ട് നിൽക്കാൻ. ഈ താമരക്കുളം മഹാഗണപതിയുടെ സൈഡാണ് കേട്ടോ ഇത്. നമ്മൾ ഇപ്രാവശ്യം ഇവിടെയാണ് വന്ന് നിന്നത്. അങ്ങനെ ആ ഒരു ആനയും കൂടെ വന്നപ്പോഴത്തേക്കും ആ സൈഡ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ആ താ എന്നുള്ള ബോർഡൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാ പൂരം തുടങ്ങാൻ പോവാണ്. അവിടെ കൊടി കയറി. പക്ഷേ ബാക്കിയൊന്നും ക്യാപ്ചർ ചെയ്യാൻ അവിടെ നിന്നില്ല. കാരണം ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. അപ്പോഴേ അവിടുന്ന് വലിഞ്ഞു പോവാന്ന് പറഞ്ഞ് പോയി. അത്രയ്ക്കും വയ്യാതായത് എന്താന്ന് വെച്ചാൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചൂടും ഒരു കാറ്റ് പോലും അടിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകാനാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ നേരെ പോയിട്ട് ഐസ്ക്രീം വാങ്ങി. പിന്നെ പിള്ളേർക്കും അമ്മമാർക്കും ഒക്കെ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ പോയതാ ഈ 2 ആൺതരികൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചു കൊടുക്കാനാണ്. അവന്മാർക്ക് മാലയോ മോതിരോ എന്താണ്ടൊക്കെ മതി എന്ന് പറഞ്ഞു. പണ്ട് നമ്മുടെയും ക്രൈസ് ഇതൊക്കെയായിരുന്നു, പക്ഷെ ഇപ്പം ആ ഒരു ഇതൊന്നും ഇല്ല. അപ്പോൾ പിള്ളേർക്ക് അത് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇതാണ് സാൻജോയ്ക്ക് വേണമെന്ന് പറഞ്ഞത്. കുറേ നോക്കിയിട്ട് അവൻ ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇത് ആൻറ്റി ടാർണിഷനൊക്കെ പോലെ തോന്നിക്കും, നല്ലൊരു സ്നേക്ക് ചെയിനാണ്. കൊച്ചിഷ്ടപ്പെട്ടല്ലേ, അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത്. അങ്ങനെ അവൻ അവിടെ വെച്ച് തന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇട്ട് കൊടുത്ത് അവനും ഹാപ്പി. പിന്നെ എൻ്റെ മറ്റേ അനിയന് അവന് മോതിരം മതി എന്ന് പറഞ്ഞ് അത് അവിടെ നിന്ന് കിട്ടിയില്ല. അങ്ങനെ അടുത്ത കട തപ്പി നമ്മൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ ആ മാല വാങ്ങി ചെറുതിന് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അവന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു അതെടുത്ത് അകത്തിട്ടോ, ഇനി ഇതാരും പൊട്ടിച്ചോണ്ട് പോകണ്ട സ്വർണ്ണം എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അടുത്തവന് വേണ്ടി മോതിരം സെർച്ചിന് നമ്മൾ ഇറങ്ങി. പക്ഷെ അവിടുന്ന് അവനൊന്നും ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കാമല്ലോ. അങ്ങനെ കുറേ കറങ്ങി നടന്നപ്പോൾ ഈ ലൈറ്റ്സ് ഒക്കെ കണ്ടു. പിന്നെ മെയിനായിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം എത്തി, കമ്മൽ. ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. 100 രൂപയാണ് ആ ഒരു കമ്മൽ. അങ്ങനെ ആ ഒരു വയലറ്റ് കമ്മൽ ഞാൻ വാങ്ങി. ഇതാണ് എൻ്റെ ബാങ്കർ. അങ്ങനെ ആ ഒരു കമ്മൽ വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഇവന്മാർക്ക് കുറച്ച് കളിപ്പാട്ടം വാങ്ങിക്കാനാണ്. അങ്ങനെ എൻ്റെ അനിയൻ ഒരു കാറ് വാങ്ങി. അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ വിചാരിച്ച് വീട്ടിൽ പോകാമെന്ന്. കാരണം എല്ലാവരും പോകുന്നുണ്ട്, നല്ല തിരക്കായിരിക്കും വണ്ടിയൊക്കെ പോകാനും കിട്ടാനും ഒക്കെ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പിന്നെ സൈഡിൽ കൂടെ പോയപ്പോൾ ഇവന്മാർക്ക് മോതിരം വാങ്ങിയില്ലല്ലോ. അപ്പോൾ മോതിരം വാങ്ങിക്കാമെന്ന് വെച്ച് അങ്ങനെ അളവൊക്കെ ഇട്ട് നോക്കുകയാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും ഇതുപോലെയൊക്കെ വാങ്ങി പേരെഴുതിയൊക്കെ ഇട്ടിട്ട് എടുക്കുമായിരുന്നു. അതുപോലെ എൻ്റെ അനിയനും ഒരു ക്രേസ്. അങ്ങനെ 2 എണ്ണത്തിനും ഓരോ മോതിരം വെച്ച് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേരൊക്കെ എഴുതിയതാ. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞതേ തിരിച്ച് കയ്യിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പണ്ട് ആരോ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായി കഴിഞ്ഞാൽ കൊച്ചു ആഗ്രഹങ്ങളൊന്നും കാണത്തില്ലെന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മോതിരം വാങ്ങിച്ചു കൊടുക്കാൻ. 40 രൂപയുള്ള ഒരെണ്ണം. പക്ഷേ ഇത് ഡേഞ്ചറസ് ആണെന്നും എനിക്കറിയാം. കുറേ പേരുടെ ഇങ്ങനെ കയ്യിൽ നിന്ന് മോതിരം ഊരിയെടുക്കാൻ ഫയർഫോഴ്സ് ഒക്കെ വന്ന് വീഡിയോസൊക്കെ കണ്ട് ഞാൻ അടുത്ത് പറയുന്നുണ്ട്, മോനെ ടൈറ്റ് ആക്കിയൊന്നും മേടിക്കേണ്ട, ടൈറ്റ് ആയ പണിയാണ്. അങ്ങനെ കുറച്ച് ലൂസായിട്ടാണ് 2 പേർക്കും വാങ്ങിക്കൊടുത്തത്. പേരൊക്കെ സെറ്റാക്കി അങ്ങനെ എല്ലാം എഴുതി എടുത്തോണ്ടിരിക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് സാൻജോയ്ക്കാണ്. അങ്ങനെ അവൻ്റെ പേരും എഴുതിയതാ മോതിരം ഇട്ട് കൊടുത്തു. അവനും ഹാപ്പി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നിന്നപ്പോഴത്തേക്കും ദാഹിക്കുന്നു. അങ്ങനെ ദാഹം മാറ്റാനായിട്ട് എല്ലാവരും കൂടി പിന്നെയും മൈതാനത്തിൻ്റെ അകത്തോട്ട് പോയി വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഇരിക്കുന്ന കാറ്. അങ്ങനെ ഈ കുഞ്ഞു കാറ് കണ്ടപ്പോൾ അവന്മാർക്ക് വേണം. അങ്ങനെ ഒരെണ്ണം വാങ്ങി സാൻജോയ്ക്ക് എടുത്തു. മറ്റവനൊരു കാർ ഉണ്ടായതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങിച്ചില്ല. അങ്ങനെ സാൻജോയ്ക്ക് ഒരു കാറും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വെള്ളം വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന അവിടെ കോളിഫ്ലവർ ഫ്രൈ. അപ്പോഴാണ് മനസ്സിലായത് ഈ പൂരത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം വെള്ളവും കോളിഫ്ലവർ ഫ്രൈ ആണ്. അത്രയ്ക്ക് മാത്രം ആളുണ്ടായിരുന്നു ഇതിന് മുമ്പിൽ.